ആഹാ, എന്താ സാറേ രാവിലെ തന്നെ ഇരുന്ന് സ്വപ്നം കാണുകയാണോ? ആ അതെ, സ്കൂളിലും കോളേജിലും ഒന്നിച്ച് പഠിച്ചിരുന്ന പത്മിനി ഇന്നലെ എന്നെ ഫോൺ ചെയ്തിരുന്നു. ആണോ? ഒന്ന് കാണണമെന്ന്. എന്താ? എൻ്റെ പഴയകാല തമാശകൾ ഓർത്തുപോയി. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയൂ സാർ, കുട്ടിക്കാലത്തെ കഥകൾ ഞാനൊന്ന് കേൾക്കട്ടെ. ഞങ്ങൾ സ്കൂളിൽ ഒന്നിച്ചായിരുന്നു വരുന്നതും പോകുന്നതുമൊക്കെ. സ്കൂളിൻ്റെ ഇൻ്റർവെൽ സമയത്ത് കളിസ്ഥലത്ത് ഒന്നിച്ച് ഓടുമായിരുന്നു. സാറേ, അവൾ ഓടി വന്നെന്നെ മടി കിടത്തി അരവിന്ദ അരവിന്ദ എന്ന് വിളിച്ച് ഉറക്കെ കരഞ്ഞു. എന്നിട്ട് അവളുടെ തൂവാല കൊണ്ട് എൻ്റെ മുഖം ഒന്ന് തുടച്ചു. അപ്പൊ ഉണ്ടായിരുന്ന ഒരു സുഖമുണ്ടല്ലോ. സുഖോ? ഇത് തമാശയല്ലല്ലോ സാറേ, കാര്യമാണല്ലോ. സാറേ, തിരക്ക് പിടിച്ച ജീവിതത്തിലും പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് തന്നെ മഹാഭാഗ്യം. ആണോ? ഭാഗ്യമാണോ? പിന്നല്ലേ. താങ്ക് യു. അതല്ല സാർ, ബാംഗ്ലൂർക്കുള്ള ലോഡ് ഓക്കെയാണ്. സാറൊന്ന് സൈൻ ചെയ്ത് തന്നാൽ അയക്കാമായിരുന്നു. ഡാമേജ് ഇല്ലെന്ന് ഉറപ്പാക്കിയതല്ലേ? ഉറപ്പാക്കി സാർ. സൈൻ നോക്കിയതല്ലേ? ആ, നോക്കി സാർ, എല്ലാം ഓക്കെയാണ്. താങ്ക് യു സാർ. ആ സാറേ, മറ്റേ പുള്ളിക്കാരൻ വരുന്നുണ്ടോ? ആര്? സാറിൻ്റെ ഫ്രണ്ട് അനൂപ്. ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത അയാളോട് സാർ ഇതൊക്കെ പറയാൻ പോവേണോ? അയാള് റൊമാൻറ്റിക് അല്ലായിരിക്കാം, പക്ഷേ പ്രണയിക്കുന്നവർക്ക് അയാൾ ചങ്ക് പറിച്ചു കൊടുക്കും, അറിയാമോ? ഓ, ചങ്കുപടി. നടക്കട്ടെ നടക്കട്ടെ. സാറേ, എത്ര മിനിറ്റായി നിന്റെ ഫോൺ വിളിക്കുന്നടാ? നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? സാറ് രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ. രണ്ടെണ്ണം അടിക്കണമെന്ന് തോന്നുമ്പോഴല്ലേ സാറിന് സുഹൃത്തുക്കളെ ഓർമ്മ വരുള്ളൂ. കള്ളു കുടിച്ച് ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതൊന്നും അല്ലടാ. നമ്മുടെ കൂടെ ബി എക്ക് ഉണ്ടായിരുന്ന ഒരു പത്മിനിയില്ലേ? നിനക്ക് ഓർമ്മ കേട്ടോ? നീ അവളെ വായി നോക്കി നടക്കും, ഞാൻ നിന്റെ വാലി തൂങ്ങി നടക്കും. പിന്നെ എങ്ങനെ മറക്കാനാ? നീ എന്താ ഇപ്പൊ അവളെക്കുറിച്ച് ചോദിക്കാൻ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് ഈ കാമുകന്റെ വേഷം ചേരില്ല എന്ന് നീ പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ്. എനിക്കൊരു കോള് വന്നു. ഹലോ, അരവിന്ദനല്ലേ? അതെ, ആരാ? ഞാൻ പത്മയാ. പത്മിനി. പത്മിനിയോ? മാക്ബത്ത് നാടകത്തിലെ നായികയായിരുന്ന? ഓ, പത്മിനി. അവളെ ഓർമ്മിപ്പിക്കാൻ അവളെന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണ? അവളൊരു മകപ്പത്ത് നായിക. നീ അത് വിട്. അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. എന്തിന്? ഒന്ന് കാണണമെന്ന്. പഠിച്ച് പഠിച്ച് വല്ല പോലീസോ കളക്ടറോ ആയി കാണും. നമ്മുടെ വല്ല സഹായവും വേണമായിരിക്കാം. എന്നാ പിന്നൊന്ന് കണ്ടേക്കാം. നീ അന്നേ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അന്നേ അവൾ ഓക്കെ ആയിരുന്നു. പക്ഷെ അതെങ്ങനെ? നിശബ്ദ പ്രണയങ്ങൾ ഉദാപ്തമെന്ന് കാമുകൻ. ഒരിക്കലും എഴുതി തീരാത്ത കവിതയാണ് പ്രണയമെന്ന് കാമുകി. ഇപ്പോൾ എന്ത് സഹായമാവോ ഭവതിക്ക് വേണ്ടത്? നീ ഇത് കണ്ടോ? അവൾ എഴുതിയ ഓട്ടോഗ്രാഫ് ഇന്നലെ രാത്രി തന്നെ തപ്പിയെടുത്തതാ. ഒരിക്കലും മറക്കാത്ത കലാലയത്തിൽ ഒരിക്കലും മറക്കാത്ത മുഖം എന്റെ ആയിരിക്കും എന്ന് പ്രിയപ്പെട്ട അരവിന്ദന്, പത്മിനി.
എക്സ്ക്യൂസ് മീ സാർ, ഇന്നാണ് സണ്ണിച്ചായനുമായി മീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ സാർ. ഞാൻ അതല്ല ചിന്തിക്കുന്നത്, എങ്ങനെ അവൾക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടുന്നത്? നിന്റെ നമ്പർ കിട്ടാനാ വലിയ പാട്. അല്ല, എവിടെ വെച്ച് കാണാമെന്നാ പറഞ്ഞത്? ബീച്ചിൽ ഇന്ന് 3 മണിക്ക്. ഓ, ഒരു വെയിലത്ത് ബീച്ചിലാ? എടാ അരവിന്ദ, നീ ചോക്ലേറ്റ് കാമുകനാവരുതേ. കണ്ണിക്കണ്ട പെണ്ണുങ്ങളൊക്കെ വിളിക്കുന്നിടത്ത് ഓടിക്കേറി ചെന്നാലേ പണി കിട്ടും. മീറ്റുവിന്റെ പണി വാങ്ങിച്ചു കൂട്ടല്ലേ. നീ വെറുതെ നെഗറ്റീവ് അടിക്കാതടാ. ഡാ, അന്ന് കോളേജിലെ പെൺകുട്ടികൾക്കിടയിൽ മുടിയിൽ തുളസിക്കതിരി വെച്ച് വരുന്ന ഒരേ ഒരു പെണ്ണ് അവളായിരുന്നു. അവളുടെ ഒരു നോട്ടം കാണാൻ എന്ത് രസമായിരുന്നടാ. ഓ പിന്നെ ഡാ, അവക്ക് നിന്റെ വൈഫിന്റെ അത്ര ഗ്ലാമർ ഒന്നുമില്ല. അച്ചു ഇത് കേട്ടാ നിനക്കൊരു ബിരിയാണി ഉറപ്പാ. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പത്നിയോട് തോന്നിയ ഇഷ്ടം ഒരു കുറവും വരുത്താതെ ദേ ഇവിടെ ഇപ്പോഴും ഒരു ചങ്കിൽ കൊത്തി വലിക്കുന്ന വേദന പോലെ. ചേടാ അരുവി, നീ ഭയങ്കര ബോറാണ് കേട്ടോ. എടാ, തലമുടി നരച്ച് മീശയെ നരച്ച് വണ്ണവും കൂടി. എടാ, നിന്നെ കണ്ടാൽ അവള് മനസ്സിലാകത്തു പോലുമില്ല. നിനക്കേ എന്നോട് വല്ലാത്ത അസൂയാണ്. ഓ പൈങ്കിളി പൈങ്കിളി, കൈവിറ. പ്രണയം കുറച്ചൊക്കെ പൈങ്കിളി ആണടാ. തെണ്ടി കൈവിറ. വയസ്സുകാലത്താണ് അവന്റെ ഒരു പ്രേമം. എടാ, നാണമില്ലടാ നിനക്ക്? ഇല്ല, നാണമില്ല. നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങളൊന്നു ചേരാം. സ്കൂളിലും കോളേജിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ നീ കാണിച്ച അതിർത്തി കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. അവളൊന്നും ആ പ്രതീക്ഷത്തേ ഇല്ല. അരവിന്ദ, നിനക്ക് വട്ടായി മോനെ, മുഴുത്ത വട്ട്. അവൾ ഈ സംഭവം ഓർക്കുന്നത് പോലും ഉണ്ടാവൂല. നീ വെറുതെ. നോക്കാം. വെയിൽ കൊള്ളാൻ ഞാനില്ല. കാമുകൻ ചെന്നാട്ടെ, ഞാനീ തണലത്ത് നിൽക്കാം. ചെല്ല് ചെല്ല്. അതെ, നിങ്ങൾ കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു സുന്ദരിയായ സ്ത്രീ. അവരൊരു പക്ഷേ ജീൻസും ടോപ്പും ആയിരിക്കാം വേഷം. ഒരു പക്ഷേ കളക്ടർമാരെ പോലെയൊക്കെയുള്ള വില കൂടിയ വസ്ത്രധാരണ രീതി ഉണ്ടല്ലോ, അത്തരം സാരികളോ മറ്റോ ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, ഞാനാരെയും കണ്ടില്ല. എന്തായി? വാ, നിങ്ങളെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നി. എവിടെയാ താമസം? ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ.
ഇല്ല, നിങ്ങൾ എന്നെ കാണാൻ ഒരു സാധ്യതയും ഇല്ല. ഞാൻ കുറച്ച് ദൂരെയാണ്. ദൂരെ എന്ന് പറഞ്ഞാൽ? അല്ല, നിങ്ങൾ ആരെയാണ് കാണാൻ വന്നത്? ഞാനും ഒരാളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? ഒരാണും പെണ്ണും അടുത്തിരുന്നാൽ കുഴപ്പമാണെന്ന് ചിന്തിച്ചിരുന്ന ഞാനൊക്കെ കാലത്തിനനുസരിച്ച് മാറി. ധൈര്യമായിട്ട് പറയണം സുഹൃത്താണെന്ന്. എത്ര കാലമായി നിങ്ങളുടെ സൗഹൃദം? ഒരു 10-28 വർഷമായി കാണും. ഞങ്ങളുടെ കോളേജിൽ വെച്ചുള്ള നാടകത്തിലെ നായികയായിരുന്നു പത്മ. അവളെ കണ്ടാൽ എനിക്ക് നെഞ്ചടിക്കും. വല്ലാത്തൊരിഷ്ടമായിരുന്നു. നന്നായിട്ട് അഭിനയിക്കും, കവിത എഴുതും. ഒരിക്കലും അണയാത്ത വിളക്ക് പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും അവളുടെ കണ്ണുകൾ. അത് ചെറുപ്പകാലത്തല്ലേ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോഴാണെങ്കിൽ നിങ്ങളെപ്പോലെ തടിച്ച് മുടികളിൽ നരയൊക്കെ വീണിട്ടുണ്ടാകും. ഏയ്, പത്മയൊക്കെ മമ്മൂട്ടിയെ പോലെ പ്രായം കൂടുന്തോറും ഗ്ലാമർ കൂടുന്ന പഴുതക്കാരാണ്. എത്ര നാളായി നിങ്ങൾ നേരിൽ കണ്ടിട്ട്? ഒരു 28 വർഷം. അവൾക്ക് പുസ്തകങ്ങളോടും കവിതകളോടുമായിരുന്നു പ്രണയം. ചില കവികൾ അവൾക്ക് പിന്നാലെ നടന്ന് അവരിൽ ചിലരുമായി ഞാൻ ചില കാരണങ്ങളുണ്ടാക്കി അവരുമായിട്ട് എനിക്കൊന്ന് കോർക്കേണ്ടി വന്നു. ദേ കണ്ടോ, അന്ന് അവളുടെ തൂവാല കൊണ്ട് എൻ്റെ കവിൾ തുടച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു. മുറിവിൽ വേദനിച്ചപ്പോൾ ഉള്ളിലൊരു കുളിരും അവളുടെ സാമീപ്യവും. ആ 20-കാരൻ്റെ മനസ്സുമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇല്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവളെന്നെ കാത്തിരുന്നിട്ടുണ്ടാകും. അവൾ വിളിച്ചപ്പോൾ വൈകിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടാകും. തോന്നിയതല്ലോ, ശരിക്കും വൈകിയില്ലേ? നിങ്ങൾ പ്രണയത്തെ ഒരു താലിച്ചെറിൽ കെട്ടിയിടുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. മറ്റാരേക്കാളും ഇപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇനിയും തുടരാനാവും. നോക്കൂ, ഈ ആകാശം കണ്ടില്ലേ, എൻ്റെ പ്രണയം പോലെ. എന്തായി? വല്ല നടക്കുവോ? അതും പോയല്ലേ. നീ ഒരു കാര്യം ചെയ്, ഇന്ന് 5 മണിക്കാണ് ആ സണ്ണിച്ചനുമായുള്ള ഡീല് പറഞ്ഞേക്കണ. അതെങ്കിലും നടക്കട്ടെ, വരാൻ നോക്ക്. പിശാച് മൂട് കളഞ്ഞു. ശരി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. കുറച്ച് തിരക്കുണ്ട്. എന്ത് ഈ തൊലിക്കുന്നത്? പപ്പിരി വരവായി, സാറിന്റെ കാമുകി വരവായി. അല്ല, ബീച്ചിലൊരു പെണ്ണും പിള്ളയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കണുണ്ട്. ആരാ അത്? ആരാന്ന് ചോദിച്ചാ അത് ഞാൻ പേര് വെച്ചില്ല. വണ്ടി ഒന്ന് പെട്ടെന്ന് നിർത്ത്. ഒന്ന് തിരിക്ക്. പോണം, വേഗം തിരിക്കാം.
അരവിന്ദനെ കണ്ട ശേഷമാണ് ഞാൻ പുസ്തകങ്ങളെയും കവിതകളെയും പ്രണയിച്ചത്. അതിൽ നിറയെ അരവിന്ദനായിരുന്നു. ഇത്രയേറെ എന്നെ സ്നേഹിച്ചിരുന്നിട്ടും ഞാൻ ഒരിക്കലും വരില്ലെന്ന് അരവിന്ദൻ കരുതിയല്ലേ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. അരവിന്ദന്റെ ഓർമ്മകൾ കൂട്ടിന് സ്നേഹപൂർവം, പത്മിനി. The number you are trying to call is currently not reachable. Please try again later. The number you are trying to call is currently not reachable. Please try again later.